ആ കുപ്ര ആവശ്യത്തിന് കലക്കിക്കോ. കഴുതക്കൂട്ടന്റെ ക്ഷീണമങ്ങ് മാറട്ടെ. അതെ, ചന്ത വരെ ശർക്കര ചാക്കും ചുമന്ന് ക്ഷീണിച്ചു വരുന്നതല്ലേ. കുപ്ര വെള്ളവും ഇളംപുല്ലും കൊടുത്താൽ ക്ഷീണമെല്ലാം പമ്പ കടക്കും. കണ്ടോ, ആ കഴുതയെ സൽക്കരിക്കാൻ മുതലാളിക്ക് എന്ത് ഉത്സാഹമാ. കഴുതക്കുട്ടൻ നല്ല പോലെ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് മുതലാളി അവനെ പൊന്നുപോലെ നോക്കുന്നത്. എന്നെയും വേണ്ടതുപോലെ പരിഗണിച്ചാൽ ഞാനും പണിയെടുക്കും. എന്ത് പണി? കഴുതക്കുട്ടനെ പോലെ ചന്തയിൽ കൊണ്ടുപോയി ശർക്കര വിറ്റുവരാൻ നിനക്ക് പറ്റുമോ? ഏയ്, അത് പറ്റില്ല. ശരീരം അനങ്ങിയുള്ള ഒരു പണിയും ഞാൻ ചെയ്യില്ല. അയ്യോ, നടന്നു നടന്നു മടുത്തേ. ആവശ്യം പോലെ കുടിച്ചിട്ട് വിശ്രമിച്ചോളൂ കഴുതക്കുട്ട. ഹോ, അടുത്ത ജന്മത്തിലെങ്കിലും ഒരു കഴുതയായിട്ട് ജനിച്ചാൽ മതിയായിരുന്നു. ബുദ്ധിയുടെ കാര്യത്തിൽ താൻ ഇപ്പോഴും ഒരു കഴുതയാണല്ലോ. കളിയാക്കുന്നോടാ. എന്താ കൂട്ടുകാരെ, സുഖം തന്നെ അല്ലേ? ഞങ്ങൾക്ക് എന്തോന്ന് സുഖം. സുഖവും സന്തോഷവും എല്ലാം നിനക്കല്ലേ? അതെ അതെ, സുഖവും സന്തോഷവും എല്ലാം ഉണ്ട്. പക്ഷേ സങ്കടവും ഉണ്ട്. സങ്കടമോ? നിനക്കോ? നിനക്കെന്ത് സങ്കടം? ഒരുപാട് കാര്യങ്ങൾ ബുദ്ധിപൂർവ്വം ഞാനിവിടെ ചെയ്യുന്നുണ്ടെങ്കിലും ഒരു ബുദ്ധിയില്ലാത്ത ജീവിയായിട്ടാണ് എല്ലാവരും എന്നെ കാണുന്നത്. അത് നീ ഒരു കഴുത ആയതുകൊണ്ടാണ്. ഈ നായക്കുട്ടനെ പോലെ നീയും ഒരു പട്ടിയായിരുന്നെങ്കിൽ ബുദ്ധിയില്ലെങ്കിലും എല്ലാവരും നിന്നെ ബുദ്ധിമാനായിട്ട് കാണുമായിരുന്നു. എന്നാൽ ഞാൻ ഒരു സത്യം പറയാം. ആ, പറ. നിങ്ങൾക്കറിയാമോ, ഞാനൊരു അതിബുദ്ധിമാനാണ്. ഈ വീട്ടുകാർ എനിക്ക് ഇഷ്ടം പോലെ ആഹാരം തന്ന് എന്നെ പൊന്നുപോലെയാ നോക്കുന്നത്. നിങ്ങൾ കാണുന്നില്ലേ? കാണുന്നുണ്ട്. അത് നീ ഈ വീട്ടുകാർക്ക് വേണ്ടി കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നത് കൊണ്ടാണ്. ആണോ? എന്നാ ഞാനൊരു സത്യം പറയട്ടെ. അപ്പൊ ഇതുവരെ പറഞ്ഞതൊന്നും സത്യമല്ലേ? അതെ, പക്ഷെ ഇനിയാണ് യഥാർത്ഥ സത്യം തുറന്നു പറയുന്നത്. നിങ്ങൾക്കറിയാമോ, സത്യത്തിൽ ഞാനിവിടെ കഷ്ടപ്പെട്ട് ഒരു ജോലിയും ചെയ്യുന്നില്ല. ഇല്ലേ? അപ്പൊ പിന്നെ എന്നും രാവിലെ നീ വലിയ ശർക്കര ചാക്കം ചുമന്ന് ചന്തയിൽ പോയിട്ട് തളർന്നു വരുന്നത് ഞങ്ങൾ കാണുന്നതോ? വലിയ ശർക്കര ചാക്കും ചുവന്ന് കഷ്ടപ്പെട്ട് കുറച്ചു ദൂരം മാത്രം നടക്കും. എന്നാൽ നദിയുടെ അക്കരെ എത്തുമ്പോൾ എൻ്റെ പുറത്തിരിക്കുന്ന ചാക്കിലെ ശർക്കരയുടെ തൂക്കം പകുതിയായി കുറയും. അതെങ്ങനെ? എനിക്ക് നടന്നു പോകാവുന്ന വെള്ളമേ ആറ്റിലുള്ളൂ. പക്ഷേ ഞാൻ ആറ്റിലൂടെ നീന്തിയാണ് എന്നും മറുകരയ്ക്ക് പോകുന്നത്. അതെന്തിന്? ശർക്കര ചാക്കുമായി വെള്ളത്തിലൂടെ നീന്തി മറുകര എത്തുമ്പോൾ ചാക്കിലെ ശർക്കര പകുതിയും വെള്ളത്തിൽ അലിഞ്ഞു പോയിട്ടുണ്ടാവും. നീയാള് കൊള്ളാമല്ലോടെ. അങ്ങനെ എൻ്റെ ചുമടിൻ്റെ ഭാരം കുറയും. ഞാൻ ആ പകുതി ചാക്ക് ശർക്കര ചന്തയിൽ കച്ചവടക്കാരന് കൊടുത്തിട്ട് വളരെ ക്ഷീണിതനായി അഭിനയിച്ച് പതിയെ വീട്ടിലേക്ക് തിരിച്ചു വരും. ഇവിടെ എത്തുമ്പോ മുതലാളിയുടെ ഭാര്യ എനിക്കുള്ള ആഹാരവും കരുതി മുറ്റത്ത് കാത്തു നിൽക്കുന്നുണ്ടാവും. എന്നാലും നിന്നെ ഒത്തിരിയേറെ സ്നേഹിക്കുന്ന ആ മുതലാളിയോട് നീ കാണിക്കുന്നത് വലിയ ചതിയാണ് കേട്ടോ. എന്തോന്ന് ചതി? എന്നെ വിഡ്ഢിയായി കാണുന്നവരെ ഞാൻ വിഡ്ഢികളാക്കുന്നു, അത്രമാത്രം. ജീവൻ പോയാലും ഞങ്ങളൊക്കെ എന്നും മുതലാളിയുടെ വിശ്വസ്തരായിരിക്കും. ഞങ്ങളെയൊക്കെ സ്നേഹിക്കാനും സൽക്കരിക്കാനും ഇവിടെ ആരുമില്ല. അതിനൊക്കെ യോഗം വേണം മക്കളെ, യോഗം. എന്താ നിങ്ങളുടെ മുഖത്തൊരു വല്ലായ്മ? ഒന്നുമില്ല.
നമ്മൾ ഈ മാസം 100 കിലോ ശർക്കരയല്ലേ ചന്തയിലേക്ക് കൊടുത്തത്. അതെ, പക്ഷേ അവിടെ അവർക്ക് 50 കിലോ ശർക്കരയാണ് കിട്ടിയതെന്ന്. ഞാൻ എത്ര പറഞ്ഞിട്ടും ആ കച്ചവടക്കാര് വിശ്വസിക്കുന്നില്ല. അവർ 50 കിലോ ശർക്കരയുടെ പണം മാത്രമേ തരികയുള്ളൂ എന്ന്. ഈശ്വര, അപ്പൊ പിന്നെ ആ ബാക്കി 50 കിലോ ശർക്കര എവിടെ പോയി? ഇതിലെന്തോ ചതിയുണ്ട്. അതെ, ചതിയുണ്ട്. ചതിച്ചത് മറ്റാരുമല്ല, നമ്മുടെ കഴുത തന്നെ. നമ്മള് പൊന്നുപോലെ നോക്കി വളർത്തുന്ന നമ്മുടെ കഴുതക്കുട്ടൻ നമ്മളെ ചതിക്കുവാണോ? ഏയ്, ഞാനത് വിശ്വസിക്കില്ല. എനിക്കും ആദ്യം വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ഞാൻ ഇന്ന് നേരിൽ കണ്ടു. ശർക്കര ചാക്കുമായി പുഴയിലൂടെ നടന്നു പോകാമായിരുന്നിട്ടും നമ്മുടെ കഴുത നീന്തിയാണ് മറുവരയ്ക്ക് പോയത്. അതെന്തിന്? ശർക്കര വെള്ളത്തിൽ അലിയിപ്പിച്ച് ചാക്കിന്റെ ഭാരം കുറയ്ക്കാൻ. ചന്തയിലെത്തുമ്പോൾ ചാക്കിൽ പകുതി ശർക്കരയെ ഉണ്ടാവുകയുള്ളൂ. ചുമടിന്റെ ഭാരം കുറയ്ക്കാനുള്ള കഴുതയുടെ ബുദ്ധി. സാരമില്ല, ഇന്നവന് തിരിച്ചൊരു പണി ഞാൻ കൊടുക്കുന്നുണ്ട്. അങ്ങനെ കച്ചവടക്കാരൻ ചന്തയിൽ നിന്ന് കുറച്ചു പഞ്ഞി വാങ്ങി ചാക്കുകളിൽ നിറച്ച് കഴുതയുടെ പുറത്തു വെച്ചു. ഇതെന്താണ് ഇങ്ങനെ? ഇതുവരെ ചന്തയിലേക്ക് മാത്രം ചുമന്നാൽ മതിയായിരുന്നു. ഇനിയിപ്പോ ചന്തയിൽ നിന്ന് വീട്ടിലേക്ക് ചുമക്കണോ? സാരമില്ല, ഇതിന്റെ ഭാരവും പകുതിയായി കുറച്ചേക്കാം. അയ്യോ, ഇതെന്താണ്? ഇതിന്റെ ഭാരം കൂടിക്കൂടി വരുന്നത് പോലെ. വീട്ടുജോലികൾ എടുപ്പിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ നിന്നെ വാങ്ങിയതെങ്കിലും നിന്നെ ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു. പക്ഷേ നീ ഞങ്ങളെ ചതിച്ചു. ഇനി നിന്നെ ഞങ്ങൾക്ക് വേണ്ട. കച്ചവടക്കാർക്ക് നിന്നെ ഞങ്ങൾ വിറ്റ് കഴിഞ്ഞു. വെറുതെ കരയണ്ട. വിശ്വാസവഞ്ചന കാട്ടുന്നവർക്ക് അതേ നാണയത്തിൽ തന്നെ തിരിച്ചടി കിട്ടുമെന്ന് ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ? ഒരിടത്തൊരിടത്ത് കുഞ്ഞാണ്ടി എന്നൊരു കച്ചവടക്കാരൻ ഉണ്ടായിരുന്നു. ആ കുഞ്ഞാണ്ടിക്ക് ഒരു കഴുത ഉണ്ടായിരുന്നു. ആ കഴുതപ്പുറത്തായിരുന്നു കുഞ്ഞാണ്ടി ചന്തയിലേക്ക് സാധനങ്ങൾ കയറ്റിക്കൊണ്ട് പോയിരുന്നത്. ഒരു ദിവസം ഒരു സംഭവമുണ്ടായി. ചന്തയിലെ കച്ചവടമെല്ലാം കഴിഞ്ഞ് മടങ്ങുന്ന കുഞ്ഞാണ്ടിക്ക് വല്ലാത്ത ക്ഷീണം തോന്നി. അങ്ങനെ വഴിവക്കിൽ കണ്ട ഒരു തണൽ മരത്തിന്റെ താഴെ കുഞ്ഞാണ്ടി ഉറങ്ങാൻ തീരുമാനിച്ചു. അല്പം മാറി കുഞ്ഞാണ്ടിയുടെ കഴുതയും വിശ്രമിച്ചു. അങ്ങനെ മരച്ചുവട്ടിൽ കിടന്നുറങ്ങുകയായിരുന്ന കുഞ്ഞാണ്ടിയുടെ അടുത്തേക്ക് ഒരു വലിയ പാമ്പ് ഇഴഞ്ഞു വന്നു. അത് കണ്ട കഴുത വല്ലാതെ ഭയപ്പെട്ടു. അയ്യോ, ഒരു പാമ്പല്ലേ അത്? യജമാനന്റെ അടുത്തേക്കാണല്ലോ അത് പോകുന്നത്. അപ്പോ യജമാനനെ കടിക്കാനാണ് പ്ലാൻ അല്ലേ? എങ്ങനെയും യജമാനനെ രക്ഷിക്കണം. നിനക്കെന്റെ യജമാനനെ കടിക്കണം അല്ലേടാ? അപ്പോ ശരിയാക്കി തരാം. അയ്യോ, പാമ്പ്! ഈ പാമ്പ് ഇവിടെ എങ്ങനെ വന്നു? ഇതിന്റെ മുകളിൽ ഈ തടി ഉരുട്ടിയിട്ടത് ആരാണ്? നീയാണോ? അപ്പോൾ നീയാണ് എന്റെ ജീവൻ രക്ഷിച്ചത്. ഓ, അതെനിക്ക് മറക്കാൻ പറ്റില്ല. ഇനി മുതൽ നീയാണ് എന്റെ പ്രിയപ്പെട്ടവൻ. കുഞ്ഞാണ്ടി എല്ലാ ദിവസവും തന്റെ കച്ചവട സാധനങ്ങൾ കഴുതപ്പുറത്ത് കയറ്റി ചന്തയിലേക്ക് കൊണ്ടുപോകും. ചന്തയിലെല്ലാം വിറ്റ് തീരുമ്പോൾ ഇരുവരും വീട്ടിലേക്ക് മടങ്ങും. ഇതായിരുന്നു പതിവ്.
എടാ കഴുതക്കുട്ടാ, പടപടാ ഉത്സാഹിച്ച് നടന്നോളണം. എല്ല് മുറിയെ പണിയെടുത്താൽ നിനക്ക് പല്ല് മുറിയെ തിന്നാം. മനസ്സിലായോ? മനസ്സിലായി. പക്ഷേ ഈ ചുമടിന് നല്ല ഭാരമാ. എടാ കഴുതക്കുട്ടാ, നീ എന്റെ പൊന്നല്ലേ, ഞാൻ നിന്റെ മേൽ അങ്ങനെ ഭാരം കയറ്റുമോ? എടാ, നിന്റെ ക്ഷീണം മാറ്റാനായി ഞാൻ നിനക്കൊരു നല്ല പാട്ട് പാടിത്തരാം. ഏ? പാട്ടോ? വെറും പാട്ടല്ല, നിന്നെക്കുറിച്ചുള്ള പാട്ട്. എന്താ? കഴുതക്കുട്ട നടന്നു പോടാ, വേഗം വേഗം പോ, കുഞ്ഞാണ്ടിയുടെ കഴുതേ നീ വേഗം വേഗം പോ. എങ്ങനെയുണ്ട്? ഓ, ഈ പാട്ട് കേൾക്കുന്നതിലും നല്ലത് വലിയ ഭാരം ചുമക്കുന്നതാണ്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ചന്തയിൽ നിന്ന് കച്ചവടമൊക്കെ കഴിഞ്ഞ് കുഞ്ഞാണ്ടിയും തന്റെ കഴുതയും സന്തോഷത്തോടെ വരികയായിരുന്നു. എന്റെ കഴുതക്കുട്ട, മുതുകത്ത് ഭാരമില്ലെന്ന് കരുതി ഇത്രയും വേഗം നടക്കണോ? ഓ, ഒന്ന് വേഗം വന്നേ. വീട്ടിലെത്തിയിട്ട് വേണം എനിക്കൊന്ന് നന്നായി വിശ്രമിക്കാൻ. അയ്യോ, നീ താഴെ പോയോ? ഞാൻ അപ്പോഴേ പറഞ്ഞു പതിയെ പോകാമെന്ന്. നീ കേട്ടില്ല. ഇനി ഇപ്പോൾ നിന്നെ എങ്ങനെ കരയ്ക്ക് കയറ്റും? ഇങ്ങനെ വിഷമിച്ച് നിന്നിട്ട് കാര്യമില്ല. കഴുതയെ കരയ്ക്ക് കയറ്റാൻ പെട്ടെന്ന് എന്തെങ്കിലും മാർഗം കണ്ടെത്തണം. അങ്ങനെ പാവം കുഞ്ഞാണ്ടി തന്റെ കഴുതയെ രക്ഷിക്കാനായി പല ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരുന്നു. എടാ കഴുതക്കുട്ടാ, ഈ വള്ളിയിൽ പിടിച്ച് മുകളിലോട്ട് കയറി വാ. എങ്ങനെയെങ്കിലും നീ രക്ഷപ്പെടണം. നീ ഇല്ലാതെ ഞാൻ എങ്ങനെ വീട്ടിലേക്ക് പോകും? ആ സമയത്താണ് അതുവഴി ഒരു വഴിപോക്കൻ വന്നത്. കഴുതയെ കിണറ്റിൽ നിന്ന് രക്ഷിക്കാനുള്ള കുഞ്ഞാണ്ടിയുടെ പാഴ് ശ്രമങ്ങൾ കണ്ട വഴിപോക്കൻ കുഞ്ഞാണ്ടിയെ പരിഹസിച്ചു. എടോ, കിണറ്റിൽ കിടക്കുന്നതൊരു കഴുതയാ. അതിന് ഈ കയറിൽ പിടിച്ച് കയറാനൊന്നും കഴിയില്ല. പിന്നെ എങ്ങനെ ഇതിനെ കരയ്ക്ക് കയറ്റും? എങ്ങനെയെങ്കിലും ഇവനെ രക്ഷിക്കണം. എടോ, ഇതൊരു പൊട്ടക്കിണറാ. ഇനി ആ കഴുതയെ കരയ്ക്ക് കയറ്റാനൊന്നും പറ്റില്ല. അതിനെ അങ്ങ് ഉപേക്ഷിച്ചേര്. അയ്യോ, അതെങ്ങനെ? എന്നാൽ നിങ്ങൾ ഇവിടെ തന്നെ കാവൽ നിന്നോ. തന്റെ പ്രിയപ്പെട്ട കഴുതയെ രക്ഷിക്കാൻ കഴിയാത്തതിൽ വിഷമിച്ച് കുഞ്ഞാണ്ടി കിണറിന്റെ അരികിൽ തന്നെ ഇരുന്നു. ആ പാവം നേരം വൈകിയതും രാത്രിയായതും ഒന്നും അറിഞ്ഞില്ല. ആ സമയത്ത് അതുവഴി വരികയായിരുന്ന ഒരു സന്യാസി പൊട്ടക്കിണറ്റിലേക്ക് നോക്കി നിൽക്കുന്ന കുഞ്ഞാണ്ടിയോട് കാര്യങ്ങൾ ചോദിച്ചു. ഓ, അതാണല്ലേ കാര്യം. ഞാനൊന്ന് ചോദിക്കട്ടെ കുഞ്ഞാണ്ടി, നീ എന്താണ് ഈ കഴുതയെ ഉപേക്ഷിച്ചു പോകാതിരുന്നത്? ഈ കഴുത എനിക്ക് ഏറെ പ്രിയപ്പെട്ടതാണ്. ഇവനെ ഉപേക്ഷിച്ചു പോകാൻ എനിക്കാവില്ല. ഇന്നലെ മുതൽ ഈ പാവം ഒന്നും കഴിച്ചിട്ടുമില്ല. നിനക്ക് ഈ കഴുതയെ അത്രയ്ക്കിഷ്ടമാണല്ലേ? അതെ, ഇവനെ ഇതിൽ നിന്ന് രക്ഷിക്കാൻ എനിക്ക് എന്തെങ്കിലും ഒരു ഉപായം പറഞ്ഞു തരാമോ? ഓ, അതിനെന്താ. നിന്റെ ഈ സ്നേഹത്തിൽ എനിക്ക് നിന്നോട് മതിപ്പ് തോന്നുന്നു കുഞ്ഞേ. എങ്ങനെയും എന്റെ കഴുതയെ ഒന്ന് രക്ഷിക്കണം. വിഷമിക്കേണ്ട കുഞ്ഞാണ്ടി, കഴുതയെ രക്ഷിക്കാം. ആദ്യം നീ കുറച്ച് മണ്ണെടുത്തുകൊണ്ടുവരൂ. അതെന്തിനാ? ഈ കിണറ്റിലിടാൻ. അയ്യോ, അപ്പോൾ കിണർ മൂടിപ്പോവില്ലേ? എന്റെ കഴുത ചത്തുപോകില്ലേ? പേടിക്കേണ്ട കുഞ്ഞാണ്ടി, നീ എന്നെ വിശ്വസിക്കൂ. സന്യാസിയുടെ വാക്ക് വിശ്വസിച്ച് കുഞ്ഞാണ്ടി മനസ്സില്ലാ മനസ്സോടെ മണ്ണ് കൊണ്ടുവന്ന് കിണറ്റിലേക്ക് ഇട്ടു. പേടിക്കേണ്ട കുഞ്ഞാണ്ടി, ധൈര്യമായി മണ്ണിട്ടോളൂ. ഒരാശങ്കയും വേണ്ട, നല്ലതേ സംഭവിക്കൂ.
കുഞ്ഞാണ്ടി കിണറിലേക്ക് നോക്കുമ്പോൾ കഴുത മണ്ണിന്റെ മുകളിലേക്ക് കയറി നിൽക്കുന്നതാണ് കാണുന്നത്. കുഞ്ഞാണ്ടി മണ്ണ് കൊണ്ടിടുന്ന തന്റെ പ്രവൃത്തി വേഗത്തിൽ തുടർന്നു. കുഞ്ഞാണ്ടിയെ നോക്കി ചിരിച്ചിട്ട് സന്യാസി അവിടുന്ന് നടന്നകന്നു. കഴുത കിണറിന് മുകളിലേക്ക് ഉയർന്നു വന്നു. ഹോ കഴുതക്കുട്ടാ, നീ എന്നെ വല്ലാതെ വിഷമിപ്പിച്ചു. ആ സന്യാസി ഒരു ഉപായം പറഞ്ഞു തന്നില്ലായിരുന്നെങ്കിൽ എനിക്ക് നിന്നെ രക്ഷിക്കാൻ കഴിയില്ലായിരുന്നു. ആ മാമ്പഴം നമുക്ക് പങ്കിട്ടെടുത്താൽ മതിയായിരുന്നു. നമ്മൾ വെറുതെ വഴക്കുണ്ടാക്കിയത് കൊണ്ടാണ് നമ്മളെ പറ്റിച്ച് ആ കഴുത മാമ്പഴം തിന്നിട്ട് പോയത്. അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചതെല്ലാം മറക്കാം. ഹോ, എന്തൊരു വിശപ്പ്! ഞാൻ ഈ മാവിൽ കയറി കുറച്ച് മാമ്പഴം കുലുക്കിയിടാം. കുലുക്കി തകതേ കുലുക്കി തകത കുലുക്കി തകതേ കുലുക്കി തകത സകലകലുക്കി 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 സകലകലുക്കി. ആഹാ, എന്തോരം മാമ്പഴങ്ങളാണ്! കള്ളത്തരം കാട്ടാതെ ആ കഴുത നമ്മോടൊപ്പം നിന്നിരുന്നെങ്കിൽ അവനും ഇപ്പോൾ മാമ്പഴം തിന്നാമായിരുന്നു. എന്തായാലും കഴുതച്ചാര് നമ്മളെ പറ്റിച്ചു. നമുക്ക് അവനെ ഒന്ന് പറ്റിച്ചാലോ? ഇനിയും മറ്റുള്ളവരെ പറ്റിക്കാതിരിക്കാൻ അവനൊന്ന് പറ്റിക്കുന്നത് നല്ലതാ. എനിക്കൊരു ഐഡിയ തോന്നുന്നു. എന്ത് ഐഡിയ? അതൊക്കെ പറയാം. കഴുതച്ചാരേ, ആ, നിങ്ങളായിരുന്നു. രണ്ടുപേർക്കും മാമ്പഴം കിട്ടിയല്ലോ. സന്തോഷമായില്ലേ? ഒത്തിരി സന്തോഷമായി. ഈ നീല മാമ്പഴത്തിന് എന്തൊരു മധുരമാണെന്നറിയാമോ? നീല മാമ്പഴമോ? ഇത് മഞ്ഞ മാമ്പഴമല്ലേ? മഞ്ഞയോ? ഇത് നീലയാണ്. നിനക്കിപ്പോ നിറങ്ങളൊന്നും തിരിച്ചറിയാതായോ കഴുതച്ചാരേ? എന്നാൽ ഈ പുല്ലുകളുടെ നിറമെന്താണ്? അത് പച്ച. അല്ല, നീല. നിന്റെ കണ്ണിന് എന്തോ കുഴപ്പമുണ്ട്. എന്റെ കണ്ണിന് ഒരു കുഴപ്പമില്ല. ഈ പുല്ലിലേക്ക് സൂക്ഷിച്ചൊന്ന് നോക്കിയേ, നീല നിറമായിട്ട് തോന്നുന്നില്ലേ? ആ, ഇപ്പം മങ്ങിയ നീല പോലെ തോന്നുന്നുണ്ട്. മങ്ങിയ നീല അല്ല, നല്ല കടും നീല. എന്താ, കണ്ണട വേണോ? കണ്ണടയൊന്നും വെക്കണ്ട. നമ്മൾ കാണുന്നതൊക്കെ നീലയാണെന്നങ്ങ് ഉറച്ച് വിശ്വസിച്ചാ മതി. നേരത്തെ എല്ലാം പച്ചയായിരുന്നല്ലോ, ഇപ്പോഴെങ്ങനാ നീലയായത്? അതെ, ഈ അടുത്ത നാളിൽ ഒരു സൂര്യഗ്രഹണം ഉണ്ടായില്ലേ? അതിനുശേഷം ഇലകളും പുല്ലുകളും പഴങ്ങളും എല്ലാം നീല നിറമായി മാറി. പ്രകൃതിയുടെ ഓരോ വികൃതി. ആണോ? ഓ, അത്ഭുതം. എന്തായാലും ഈ ഭൂമിയിൽ വന്ന മാറ്റം ഇപ്പോഴെങ്കിലും കഴുതച്ചാർക്ക് മനസ്സിലായല്ലോ. ഓ, മനസ്സിലായി കൂട്ടരെ. ഒത്തിരി നന്ദിയുണ്ട്. നിങ്ങൾ നല്ല മനസ്സുള്ളവരാ. കഴുതച്ചാർക്കേ, നീല മാമ്പഴം 2 കഴിക്കണമെന്നുണ്ടോ? ആ ചക്കരമാവിലെ മാമ്പഴമല്ലേ? അത് ഒരിക്കൽ കഴിച്ചാൽ പിന്നെയും പിന്നെയും കഴിക്കാൻ തോന്നും. അതെ, അതുകൊണ്ടാണ് കഴുതച്ചാരോട് കഴിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചത്. ഇതാ, കഴിച്ചോളൂ. ദിവസവും ഇതുപോലെ കുറെ മാമ്പഴങ്ങൾ കിട്ടിയിരുന്നേ, വെറുതെ ഈ പച്ചപ്പുല്ല് തിന്നേണ്ടായിരുന്നു. പച്ചപ്പുല്ലല്ല, നീലപ്പുല്ല്. അത് മറക്കല്ലേ കഴുതച്ചാരെ. നീലപ്പുല്ലാണെന്ന് കഴുതച്ചാർക്ക് ഞങ്ങൾ പറഞ്ഞു തന്നതുപോലെ
കൈതച്ചാരെ മറ്റുള്ളവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. പിന്നെന്ത്? എന്ത്? ഇത് നീലപ്പുല്ലാണെന്നും. അങ്ങനെ തന്നെ. ഇനിപ്പറ, ഈ പുല്ലുകളുടെ നിറം എന്താണ്? നീല പുല്ലാണേ, പുല്ലാണേ, വഴിയില് നീല പുല്ലാണേ. ഇങ്ങനെ പോരെ മക്കളെ? ആഹാ, പുല്ല് തിന്ന് മടുത്ത് ഇപ്പൊ മാമ്പഴമായോ കഴുതച്ചാരെ? വെറുതെ എന്തിനാ ഈ നീലപ്പുല്ല് തിന്നുന്നത്? ഈ നീല മാമ്പഴത്തിന് എന്ത് രുചിയാണെന്നറിയാമോ? നീലമാമ്പഴം, നീലപ്പുല്ല്, ഇതെന്താ കഴുതച്ചാരെ ആകെ ഒരു നീല? സൂര്യഗ്രഹണം വന്നേ പിന്നെ ഇലകളും പഴങ്ങളും പുല്ലുകളും ഒക്കെ നീല നിറമായി മാറിയത് നീ അറിഞ്ഞില്ലേ കരടിക്കുട്ട? ഏയ് ഇല്ല. ഈ പുല്ലുകൾക്ക് എന്ത് നിറമായിട്ടാണ് കരടിക്കുട്ടന് തോന്നുന്നത്? അത് പച്ച. പച്ചയല്ല, നീല. ഈ പുല്ലിലേക്ക് കരടിക്കുട്ടൻ സൂക്ഷിച്ച് നോക്കിയേ. ആ, നോക്കി. നല്ല കടും നീല നിറമായിട്ട് തോന്നുന്നില്ലേ? ഈ കഴുതച്ചാർക്ക് എന്തോ വലിയ കുഴപ്പമുണ്ട്. തൽക്കാലം ഇവിടെ നിന്ന് മുങ്ങുന്നതാ ബുദ്ധി. നീല നിറമായിട്ട് തോന്നണില്ലേ കരടിക്കുട്ട? പിന്നെ കഴുതച്ചാര് പറഞ്ഞത് ശരിയാ, പുല്ലിന് നീല നിറം തന്നെ. എന്നാ പിന്നെ ഞാൻ പോട്ടെ, 2 തേക്കുമരത്തിൽ കയറി തേനെടുക്കാനുള്ളതാ. ആ, എന്നാ പോയിട്ട് വാ കരടിക്കുട്ട. ഈ മണ്ടനോട് സംസാരിച്ചാൽ സംസാരിക്കുന്നവരും മണ്ടനാവും. ഓ, അങ്ങനെ ഒരാളെ പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റി. പുല്ലാണേ, പുല്ലാണേ, കട്ടില് നീല പുല്ലാണേ, 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 കട്ടില് നീല പുല്ലാണേ. നിർത്തടാ, എന്റെ മുഖത്ത് നോക്കി പുല്ലാണേ പുല്ലാണേ എന്ന് വെല്ലുവിളിക്കുന്നു. ഇവിടെ എല്ലാം നീലപ്പുല്ലാണെന്ന് സംഗീത രൂപത്തിൽ ഞാൻ അങ്ങയെ അറിയിച്ചതല്ലേ? നീലപ്പുല്ലോ? എവിടെ? നീ എന്തൊക്കെയാ ഈ പറയുന്നത്? ഞാൻ പറഞ്ഞതാണ് സത്യം. ആശാ, ഈ പുല്ലിലേക്കൊന്ന് സൂക്ഷിച്ചു നോക്കിയേ. സൂര്യഗ്രഹണത്തിന് ശേഷം പുല്ലുകളൊക്കെ നീല നിറമായി. കണ്ടോ? നല്ല നീല നിറമുള്ള പുല്ലുകൾ. എവിടെ എവിടെ നീല നിറം? ഇതെല്ലാം പച്ച പുല്ലാണല്ലോ. പച്ചയല്ല, നീല. വെറുതെ മണ്ടത്തരം പറയല്ലേ കഴുതച്ചാരെ. ഈ പുല്ലുകളുടെ നിറം പച്ചയാണെന്ന് കാണുമ്പോ തന്നെ അറിയാമല്ലോ. പച്ചയല്ല, നീല, നീല, നീല. ഓ, ഓ, പച്ചയാണെന്ന് ഈ മണ്ടനെ ഞാൻ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും? ആശ എന്ത് പറഞ്ഞാലും പുല്ലിന്റെ നിറം നീലയാ. എനിക്ക് തെറ്റ് പറ്റിയിട്ടില്ല. ഞാൻ പറയുന്നതാണ് ശരി. ഒരു കാര്യം ചെയ്യാം, നമുക്ക് സിംഹരാജനോട് തന്നെ ചോദിക്കാം. പുല്ലുകൾക്ക് പച്ച നിറമാണോ നീല നിറമാണോ? അത് രാജൻ തീരുമാനിക്കട്ടെ. പുല്ലുകളുടെ നിറം നീലയാണ്, നീലയാണ്, നീലയാണ്. ഈ കാര്യത്തിൽ ആരെന്തു പറഞ്ഞാലും ഞാൻ സമ്മതിക്കില്ല. പുല്ലുകളുടെ നിറം പച്ചയാണെന്ന് ഈ മരക്കഴുതയോടൊന്ന് പറഞ്ഞു കൊടുക്ക് തിരുമനസേ. നിർത്ത്. പുല്ലുകളുടെ നിറം പച്ചയാണ്, നീലയാണ്. ഇത് പറഞ്ഞു തുടങ്ങിയിട്ട് കുറേ നേരമായല്ലോ. ഇതല്ലാതെ നിങ്ങൾക്ക് വേറെ വല്ല പരാതിയുമുണ്ടോ? വേറെ ഒന്നുമില്ല. പുല്ലിന് പച്ച നിറമാണ്. അതാണ് എനിക്ക് പറയാനുള്ളത്. പുല്ലിന് നീല നിറമാണ്. ആ, 2 പേർക്കും പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞല്ലോ. ഇനി അന്തിമ തീരുമാനം സിംഹരാജൻ്റെതാണ്. പുലി 6 മാസത്തേക്ക് നിശബ്ദത പാലിക്കണം. മറ്റു ജീവികളോട് സംസാരിക്കാനും അമറാനും പാടില്ല. ഇതെന്തൊരു വിധി! കഴുതയ്ക്ക് മടങ്ങിപ്പോകാം. സന്തോഷമായി മഹാരാജൻ. ഒരുപാട് തർക്കിച്ച് കയ്യാങ്കളി വരെ എത്തിയെങ്കിലും ഒടുവിൽ സത്യം വിജയിച്ചല്ലോ. നന്ദിയുണ്ട്. എന്നാ ഞാൻ പോക്കോട്ടെ. പുല്ലാടേ, പുല്ലാടേ, നാട്ടില് നീല പുല്ലാടേ, 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 നാട്ടില് നീല പുല്ലാടേ. സത്യം പറഞ്ഞ എനിക്ക് ശിക്ഷ.
മണ്ടത്തരം പറഞ്ഞ കഴുതെ വെറുതെ വിട്ടു. പുല്ലുകൾക്ക് പച്ചനിറമാണെന്ന് സത്യത്തിൽ അങ്ങക്ക് അറിയാമായിരുന്നല്ലോ മഹാരാജൻ. എന്നിട്ടും അങ്ങ് എന്തിനാണ് എന്നെ ശിക്ഷിച്ചത്? പുല്ലിന്റെ നിറം പച്ചയാണ്, അതെനിക്ക് നന്നായി അറിയാം. നിന്റെ ശിക്ഷയ്ക്കു കാരണം നിന്നെപ്പോലെ അറിവും കഴിവും ശക്തിയുമുള്ള ഒരു ജീവി മണ്ടനായ ഒരു കഴുതയുമായി വാക്ക് തർക്കത്തിലേർപ്പെട്ട് വിലപിടിച്ച സ്വന്തം സമയം കളഞ്ഞു. അതുമാത്രമല്ല, ആ അല്പത്തരവും കൊണ്ട് എൻ്റെ അടുത്ത് വന്ന് എൻ്റെ സമയവും കളഞ്ഞു. നിന്നെ ശിക്ഷിച്ചതിന് കാരണം എന്താണെന്ന് ഇപ്പോൾ മനസ്സിലായോ? പണ്ട് നടന്ന ഒരു കഥയാണിത്. ഒരു ഗ്രാമത്തിൽ ഒരലക്കുകാരനുണ്ടായിരുന്നു. ഗ്രാമത്തിലെ എല്ലാ വീടുകളിൽ നിന്നും തുണികൾ ശേഖരിച്ച് അവ അലക്കി തിരികെ വീടുകളിൽ എത്തിച്ച് കിട്ടുന്ന കാശുകൊണ്ടാണ് അയാളും ഭാര്യയും ജീവിച്ചിരുന്നത്. അയാൾക്ക് ഒരു കുതിരയും ഒരു കഴുതയും ഉണ്ടായിരുന്നു. നമുക്ക് ഈ കഴുതയും കുതിരയും ഉള്ളത് എത്ര നന്നായി അല്ലേ? അതെ അതെ, ഇല്ലെങ്കിൽ തലയിൽ ചുമന്നുകൊണ്ടല്ലേ വസ്ത്രങ്ങൾ കൊണ്ട് പോകേണ്ടിയിരുന്നത്. ഈ കുതിരയുള്ളത് കാരണം ദൂരേക്ക് യാത്ര ചെയ്യാനും കഴിയുന്നു. ശരിയാണ്. കുതിരയും കഴുതയും ഒരു തൊഴുത്തിലാണ് താമസമെങ്കിലും കുതിര കഴുതയെ ഒരിക്കലും ഒരു സുഹൃത്തായി അംഗീകരിച്ചിരുന്നില്ല. നീ എന്തൊരു ജീവിയാണ്, നിന്നെ കാണാൻ ഒരു ഭംഗിയുമില്ല. എനിക്കാണെങ്കിൽ എന്തൊരഴകാണെന്നോ. എന്റെ ചങ്ങാതി, അത് ശരിയായിരിക്കാം, പക്ഷേ ഞാനും നിന്റെ സഹജീവിയല്ലേ? ഏയ്, എന്നെ നീ ചങ്ങാതി എന്നൊന്നും വിളിക്കണ്ട. നിന്റെ നാറ്റം കാരണം എനിക്കിവിടെ നിൽക്കാൻ പോലും കഴിയുന്നില്ല. വൃത്തികെട്ട ജീവി. ശോ, അങ്ങനെയൊന്നും പറയരുത് സഹോദര. യജമാനന്റെ ചുമട്ടുജോലി മുഴുവൻ ഞാനാണ് ചെയ്യുന്നത്. നമ്മൾ രണ്ടുപേരുടെയും യജമാനൻ ഒരാളാണ്. പക്ഷെ നിന്റെ ജീവിതം സുഖകരവും എൻ്റെ ജീവിതം കഷ്ടപ്പാട് നിറഞ്ഞതുമാണ്. അതെന്താ നീ അങ്ങനെ പറയുന്നത്? യജമാനൻ എന്നെ കൊണ്ടാണ് ചുമട് മുഴുവൻ എടുപ്പിക്കുന്നത്. നിനക്കാണെങ്കിൽ ചെറിയ ജോലികളെ ചെയ്യാനുള്ളൂ. ഓ, അതാണോ കാര്യം? എനിക്ക് കുറച്ച് നിലയും വിലയും ഒക്കെ ഉണ്ട്. ഞാൻ നിന്നെപ്പോലെയല്ല. ഇങ്ങനെ ഒന്നും ചെയ്യരുത് ചങ്ങാതി. എനിക്ക് എന്ത് വേദനിച്ചെന്നോ. ഞാനും നിന്നെപ്പോലൊരു ജീവിയല്ലേ. നീ ഒരിക്കലും എന്നെ പോലെയല്ല. നല്ല ബുദ്ധിയും ശക്തിയുമുള്ളവരാണ് ഞങ്ങൾ. നീ ഒരു ചുമട്ടുകാരനും പോരാത്തതിന് മണ്ടനുമാണ്. നീ കുറച്ചുകൂടി ദയോട് സംസാരിക്കണം സഹോദര. എടാ മണ്ട, ഓരോരുത്തരുടെയും നിലയ്ക്കും വിലയ്ക്കും അനുസരിച്ചേ ജീവിക്കാൻ കഴിയൂ. നിനക്കിത്ര അഹങ്കാരം പാടില്ല സഹോദര. അങ്ങനെ പല അവസരങ്ങളിലും കുതിരയും കഴുതയും തമ്മിൽ കലഹം പതിവായിരുന്നു. കഴുതയേക്കാൾ വലിയവനാണ് എന്ന അഹങ്കാരം കുതിരയ്ക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. ഓ, നല്ല മഴക്കാറുണ്ട്. തുണികൾ മുഴുവൻ വേഗം വീട്ടിലെത്തിക്കണം. ഓ, ഇതിന് നല്ല ഭാരമുണ്ടല്ലോ. അങ്ങനെ അലക്കുകാരനും കുതിരയും കഴുതയും വീട്ടിലേക്ക് നടന്നു. എന്നാൽ വലിയ ഭാരം കാരണം കഴുതയ്ക്ക് വളരെ പതുക്കെ നടക്കാൻ കഴിഞ്ഞുള്ളൂ. സഹോദര, എന്റെ ചുമലിൽ കടുത്ത ഭാരമാണ്. ഭാരം കാരണം എനിക്ക് നടക്കാൻ തന്നെ കഴിയുന്നില്ല. അതിന് ഞാനെന്ത് വേണം? എന്നെ ഒന്ന് സഹായിക്കാമോ? നിന്റെ ചുമട് ഞാൻ എടുക്കണമെന്ന്? അങ്ങനെയൊന്നുമല്ല. എന്റെ അമിതഭാരം കുറയ്ക്കാനായി കുറച്ച് തുണികൾ നീ കൊണ്ടുവന്നാൽ മതി. എടാ മണ്ട, നിന്റെ ചുമട്
നീ തന്നെ ചുമന്നാ മതി. ഞങ്ങൾ കുതിരകൾ ചുമടെടുക്കാറില്ല. സഹോദര, ഞാൻ ഇപ്പൊ വീഴും. എന്നെ ഒന്ന് സഹായിക്കില്ലേ? ഞാൻ നിന്നോട് പറഞ്ഞില്ലേ കുതിരകൾ ചുമടെടുക്കാറില്ലെന്ന്. ഏതാനും ചുവടുകൾ കൂടി മുന്നോട്ട് വെക്കാനേ പാവം കഴുതയ്ക്കായുള്ളൂ. അപ്പോഴേക്കും അയ്യോ, 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 കഴുത ചുമടുമായി വീണല്ലോ. ഇനി എന്ത് ചെയ്യും? എങ്ങനെ ഈ തുണികൾ മഴയ്ക്ക് മുമ്പ് വീട്ടിലെത്തിക്കും? വീണ് കിടക്കുന്ന കഴുതയുടെ ചുമലിൽ നിന്ന് അയാൾ തുണിക്കെട്ടുകൾ അഴിച്ചെടുത്തു. ഓ, പാവം കഴുത തീരെ അവശനായിപ്പോയി. ഓ, അവൻ ഇനി ചുമടെടുക്കാൻ കഴിയില്ല. ഈ തുണിക്കെട്ടുകൾ അവന്റെ പുറത്ത് വെച്ച് കെട്ടാം. അങ്ങനെ അലക്കുകാരൻ തുണിക്കെട്ടുകൾ കുതിരപ്പുറത്ത് വച്ചു കെട്ടി. മാത്രമല്ല, കഴുതയെ കൂടി അയാൾ അഹങ്കാരിയായ കുതിരയുടെ പുറത്ത് കയറ്റി യാത്ര തുടർന്നു. എനിക്കിങ്ങനെ ചുമട് ചുമക്കേണ്ടി വന്നതിന് കാരണം എൻ്റെ അഹങ്കാരമാണ്. കഴുതയെ സഹായിച്ചിരുന്നെങ്കിൽ എനിക്കിങ്ങനെ ഒരു ഗതി ഉണ്ടാകുമായിരുന്നില്ല.